അത് തെറ്റാണ്. ഞാനുള്ള വേദിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. ഞാനവിടെ ഉദ്ഘാടനം കഴിഞ്ഞു, ഞാനും ഇവിടെ ഈടനും അപ്പോൾ തന്നെ വേദി വിട്ടു പോകുന്നു. ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനോട് ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. വളരെ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് CPIഎമ്മിനുള്ളത്, ഒപ്പം ഗവൺമെൻറ്റിനുമുള്ളത്. ആ മതനിരപേക്ഷ നിലപാടിനപ്പുറത്തുനിന്ന് വാകുന്നതുകൊണ്ട് നാളിതുവരെ ചിന്തിച്ചിട്ടില്ല, ഇനിയും ചിന്തിക്കുകയില്ല. അത് 4 വോട്ടിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെൻറ്റിനും പാർട്ടിക്കും ഉള്ളത്. മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തും മുന്നോട്ട് പോകുന്നത്. അതിപ്പോഴും അതെ. അപ്പോൾ ഞങ്ങളുള്ള വേദിയിലാണ് ഇത് പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞങ്ങൾ പോന്നു കഴിഞ്ഞതിന് ശേഷം വല്ല പരാമർശങ്ങളെ സംബന്ധിച്ചും അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞതിനെക്കുറിച്ചൊരു കൂട്ടർ പറഞ്ഞത് നിർഭയമായി പറഞ്ഞു. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അദ്ദേഹം നേരിട്ട് ഇവിടെ എതിർത്ത 2 സംഭവമുണ്ട്. ഒന്ന് വൈക്കത്ത് സെമിത്തേരി പ്രശ്നം വന്നപ്പോൾ ഇവിടിരിക്കുന്ന പല പത്രപ്രവർത്തകർ അത് ജയകുമാർ അറിയാം. അന്ന് നമ്മളെടുത്തിരുന്ന നിലപാട് ആ സെമിത്തേരി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ ചെങ്കോട്ടുകോണ സ്വാമി ഉൾപ്പെടെ അതിനെ എതിർക്കുന്ന സാഹചര്യം വരും. അന്ന് ഞങ്ങളെ ശക്തിയായി അദ്ദേഹം വിമർശിച്ചിരുന്നു. ഞങ്ങൾ വേദിയിരിക്കുമ്പം തന്നെ പറഞ്ഞിരുന്നു. കോട്ടയത്ത് നമ്മുടെ തങ്കു ബ്രദറിൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് വന്ന് ഓർക്കുന്നില്ലേ? ജയകുമാറിനറിയാം, നിങ്ങൾ പുതിയ പത്രപ്രവർത്തകർക്ക് അറിയില്ല. അപ്പോൾ ഈ കാര്യത്തിൽ അവിടെ ഞങ്ങളിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിരിക്കുമ്പം തന്നെ ഞങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അത് നിർഭയമായി പറയുന്നു എന്ന് പറഞ്ഞതിന് അപ്പുറത്ത് വേറൊരു വ്യാഖ്യാനം അതിന് കൊടുക്കേണ്ടതില്ല. ഞങ്ങളുള്ളപ്പോഴല്ല മതവിദ്വേഷപരമായിട്ടുള്ള പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചു പോകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി മറ്റൊരു വ്യാഖ്യാനത്തിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് ഇനി ഇന്ന് അന്തിച്ചർച്ചയ്ക്ക് മറ്റൊരു ഉണ്ടാക്കാൻ ഞാനോട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ പറഞ്ഞ പാർട്ടി നിലപാട് പറഞ്ഞല്ലോ. പാർട്ടി നിലപാട് ഞങ്ങളെല്ലാവരും വിധേയരല്ലേ? പാർട്ടി നിലപാടിനപ്പുറത്തുള്ള നിലപാട് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം കൃത്യമായി പാർട്ടി ഞാനോട് ഉൾക്കൊള്ളുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും മതവിദ്വേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധയോ വളർത്തുന്ന രൂപത്തിലേക്ക് ഒരു തരത്തിലുള്ള നീക്കങ്ങളും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. ഏത് തരത്തിലുള്ള മതമായിരുന്നാലും ജാതിയായിരുന്നാലും വ്യക്തിയായിരുന്നാലും വന്നുകൂടാന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അത് ഇന്നും നാളെയും എന്നും പറയുന്നവരാണ്. അതിലൊരു വ്യത്യാസമില്ല. അല്ല, അതൊക്കെ അവിടെ തീരുമാനിക്കേണ്ട സ്ഥലങ്ങളിൽ തീരുമാനിക്കട്ടെ. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മറ്റു കാര്യങ്ങൾ ഭാവി കാര്യങ്ങളാണ്. ഞങ്ങൾക്കുള്ള നിലപാട് പറഞ്ഞല്ലോ. നിലപാട് വളരെ ഭംഗിയായി പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. അതിനപ്പുറത്തൊരു കാര്യം നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാന്തപുരം ഏറ്റുകൂടിയിൽ നിമിഷപ്രിയയുടെ പ്രശ്നത്തിൽ ഇടപെട്ടുവെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ മന്ത്രിമാരും CPM നേതാക്കളും അടക്കം പ്രൊഫൈൽ ചിത്രങ്ങളാക്കുകയും കാന്തപുരത്തിന് വലിയ അഭിനന്ദനം അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം അത് പറഞ്ഞല്ലോ ജോസി. ഞാനിതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ മലയാളത്തിൽ തന്നെ പറഞ്ഞു. കാന്തപുരത്തിനെ കുറിച്ച് ആ മറ്റേ MLA വിഷയത്തിൽ ഇടപെട്ടതിന് ആദ്യം പോസ്റ്റ് ഇട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കി. അന്ന് തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട്, കാരണം ഉന്നതമായ സാമൂഹ്യ ബോധത്തിൻ്റെയും ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹം മാറിയിരിക്കുന്നു പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ആ കാര്യത്തിലുള്ള നിലപാട് അത് തന്നെ. ആ പ്രശ്നത്തിൽ വിഷയാസ്പദമായിട്ടാണ് അത്തരം ഓരോ വിഷയത്തെയും നമ്മൾ സമീപിക്കുക. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ അന്ധമായി ഒരു കാര്യത്തെയും കയറി എതിർക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്യുന്ന ശൈലിയല്ല CPMനുള്ളത്, ക്യാബിനറ്റിനുള്ളത്, ഗവൺമെൻറ്റിനുള്ളത്. ഈ കാര്യത്തിലെല്ലാം മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അത്തരം കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോവുക. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അതിന് നമുക്കെന്ത് പറയാൻ പറ്റും? അല്ലെ പറഞ്ഞ അത് അവർ പറയുന്നത് അതവരുടെ സ്വാതന്ത്ര്യം. നമുക്ക് രാജ്യത്ത് ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യബോധമില്ലേ? നമ്മുടെ ഭരണഘടന പ്രിയാമ്പിളിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പറയാനുണ്ട്. പക്ഷേ മതസ്പർദ്ധ വളർത്തുന്നതോ പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള സമീപനം ആരുടെയും ഭാഗത്ത് സ്വീകരിച്ചു. അത് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതാണ് CPM ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സെക്രട്ടേറിയറ്റ് കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മറ്റൊരു വ്യത്യാസം ഞങ്ങളെല്ലാം ചേർന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. വിദ്വേഷ പരാമർശം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ഈ പുകഴ്ത്തിയിട്ടുള്ള
ഒരു പരാമർശം നടത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ല. ഇല്ല, അവിടെ ഈ സമയത്ത് നമ്മൾ ഒരു അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ പറയുകയാണ്. ഞങ്ങളെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ഞങ്ങളെ വിമർശിച്ച കാലം മുമ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. മറ്റേ വിദ്വേഷ പരാമർശം മറ്റു കാര്യങ്ങൾ ഞങ്ങൾ പോന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിന് മുമ്പുണ്ടായ കാര്യം ഞാൻ എനിക്കറിയില്ല. പ്രതിപക്ഷാവനമായി തോന്നുന്നൊന്നും പറയാറില്ല. അദ്ദേഹം പറയുന്നത് പലതും എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് ശരിയായോ? എന്തായിരുന്നു കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങൾ അവർ കൊണ്ടുവന്നു. അതിലേതെങ്കിലും ഒന്ന് കിളച്ചു പിടിക്കുകയോ ഏതെങ്കിലും ഒന്ന് വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞു? അതുകൊണ്ട് അവർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുടെ ധർമ്മം നിർവഹിക്കട്ടെ. അത് ജനാധിപത്യമാണ്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. ആധിപത്യം മുന്നോട്ട് ഇല്ല, അതൊക്കെ തീർന്നു പോയ ചാപ്റ്ററുകളാണ്. ഈ റീ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കുന്നത്. യെസ്, കേരള കോൺഗ്രസ് അത് അവർ പറഞ്ഞൊരു കാര്യം, ജനകീയ പ്രശ്നങ്ങളെ അത് വെച്ചിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. അവർ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് വന്യജീവിയുടെ പ്രശ്നം വരുന്നുണ്ട്, പേപ്പട്ടിയായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് രണ്ടും ഗൗരവപൂർവ്വം തന്നെ ഗവൺമെൻറ് കാണുന്നു. ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് പ്രതിരോധം തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അതെന്തായിരുന്നാലും ആലോചിക്കുമല്ലോ. അതവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? യെസ്, ഓക്കെ.